Good morning. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ഇൻവേഴ്സ് ആൻഡ് യൂണിറ്ററി ഓപ്പറേറ്റേഴ്സ് ആണ്. ഇൻവേഴ്സ് ആൻഡ് യൂണിറ്ററി ഓപ്പറേറ്റേഴ്സ്, അതായത് ഒരു ഓപ്പറേറ്ററിൻ്റെ ഇൻവേഴ്സ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ മീനിങ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം പറയുന്നത്. അതിനായിട്ട് നമ്മളൊരു ലീനിയർ ഓപ്പറേറ്റർ ആദ്യം കൺസിഡർ ചെയ്യുക. എ എന്ന് പറയുന്ന ഒരു ലീനിയർ ഓപ്പറേറ്റർ ഞാൻ എടുക്കുന്നു. അങ്ങനെയുള്ള ഒരു ലീനിയർ ഓപ്പറേറ്ററിന് ഒരു ഇൻവേഴ്സ് ഓപ്പറേറ്റർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഓപ്പറേറ്ററിനെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും? സോ ദി ഇൻവേഴ്സ് ഓഫ് എ ലീനിയർ ഓപ്പറേറ്റർ, ദി ഇൻവേഴ്സ് ഓഫ് എ ലീനിയർ ഓപ്പറേറ്റർ എ ക്യാപ്പ്, നമ്മുടെ എടുക്കുന്ന ലീനിയർ ഓപ്പറേറ്റർ എ ക്യാപ്പ് ആണെന്ന് വിചാരിക്കുക. അതിൻ്റെ ലീനിയർ ഓപ്പറേറ്ററിനെ നമുക്ക് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് എ ഇൻവേഴ്സ് and is defined as this a cap into a inverse is equal to a inverse into a is equal to I. അതായത് ഒരു ഓപ്പറേറ്ററിനെ അതിൻ്റെ ഇൻവേഴ്സ് ഓപ്പറേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഇൻവേഴ്സ് ഓപ്പറേറ്ററിനെ ഓപ്പറേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഇസ് എ ഇൻറ്റു എ ഇൻവേഴ്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു എ കിട്ടുമ്പോൾ നമുക്ക് യൂണിറ്റ് ഓപ്പറേറ്റർ കിട്ടണം. നോട്ട് യൂണിറ്ററി, ബട്ട് ഇറ്റ് ഈസ് യൂണിറ്റ് ഓപ്പറേറ്റർ ഐ ക്യാപ്പ്. എന്താണ് ഈ പറഞ്ഞ യൂണിറ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞു ഐ എന്ന് പറയുന്നത് ദിസ് ഈസ് ദ യൂണിറ്റ് ഓപ്പറേറ്റർ. അതിൻ്റെ പ്രത്യേകത എന്താണ്? ദി ഓപ്പറേറ്റർ, യൂണിറ്റ് ഓപ്പറേറ്റർ ഈസ് ദ ഓപ്പറേറ്റർ വിച്ച് ലീവ്സ് any state psi unchanged. അതായത് ഒരു യൂണിറ്റ് ഓപ്പറേറ്ററിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ യൂണിറ്റ് ഓപ്പറേറ്റർ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് വെക്ടർ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതേ സ്റ്റേറ്റ് വെക്ടർ തന്നെ കിട്ടും, ചേഞ്ചുകളൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഓപ്പറേറ്ററെയാണ് നമുക്ക് യൂണിറ്റ് ഓപ്പറേറ്റർ എന്ന് വിളിക്കുക. നൗ സപ്പോസ് ഒരു ഓപ്പറേറ്റർ എ ഡിവൈഡഡ് ബൈ ഒരു ഓപ്പറേറ്റർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് എ ക്യാപ്പ് ഇൻറ്റു ബി ഇൻവേഴ്സ് ആണ്. ഓക്കെ, എ ഇൻറ്റു ബി ഇൻവേഴ്സ് ആണ്. അതായത് ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് എ ഡിവൈഡഡ് ബൈ ബി എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് സിംപ്ലി എ ഇൻറ്റു ഐ ക്യാപ്പ് ഡിവൈഡഡ് ബൈ ബി എന്നുള്ളതാണ്. ആൻഡ് ദിസ് ഈസ് എ ബി ഇൻവേഴ്സ് ആണ്. അതേസമയം നമുക്ക് ഐ ക്യാപ്പ് ഡിവൈഡഡ് ബൈ ബി ഇൻറ്റു എ എന്നാണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ബി ഇൻവേഴ്സ് ഇൻറ്റു എ ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്കിവിടെ പറയാൻ പറ്റും എ ബി ഇൻവേഴ്സ് എന്ന് പറയുന്നത് ദിസ് ഈസ് നോട്ട് ഈക്വൽ ടു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ആണ്. അതായത് ഇത് കമ്മ്യൂട്ടേറ്റീവ് അല്ല, എ ബി ഇൻവേഴ്സ് ഈസ് നോട്ട് ഈക്വൽ ടു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ആണ്. അതേപോലെ സപ്പോസ് നമുക്കൊരു പ്രോഡക്റ്റ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ആണെന്ന് വിചാരിക്കുക. എ ബി സി ഡി ഇങ്ങനെ 4 ഓപ്പറേറ്ററുകളുടെ പ്രോഡക്റ്റാണ് നമ്മൾ എടുക്കുന്നത്. ഇതിൻ്റെ ഹോൾ ഇൻവേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് പ്രോഡക്റ്റ് ഓഫ് ഓപ്പറേറ്റേഴ്സിൻ്റെ ഇൻവേഴ്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇതിൻ്റെ ഓർഡർ റിവേഴ്സ് ചെയ്യണം. അതേപോലെ ഓരോ ഓപ്പറേറ്ററിൻ്റെ ഇൻവേഴ്സ് എടുക്കണം. ദാറ്റ് ഈസ് ദിസ് ഈസ് ഈക്വൽ ടു ഡി ഇൻവേഴ്സ് ഇൻറ്റു സി ഇൻവേഴ്സ് ഇൻറ്റു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് ആണെന്ന് എഴുതാം. ഓക്കെ, ഡി ഇൻവേഴ്സ്, സി ഇൻവേഴ്സ്, ബി ഇൻവേഴ്സ്, എ ഇൻവേഴ്സ് എന്ന് എഴുതാം. അതേപോലെ സപ്പോസ് ഒരു എ റൈസ് ടു എൻ ഫംഗ്ഷൻ ഓഫ് ആൻ ഓപ്പറേറ്റർ, എ റൈസ് ടു എൻ ഹോൾ ഇൻവേഴ്സ് ആണെങ്കിൽ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് എ ഇൻവേഴ്സ് ഹോൾ റൈസ് ടു എൻ ആണെന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ പറഞ്ഞ ഇൻവേഴ്സ് ഓപ്പറേറ്ററിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. നൗ എന്താണ് നമ്മൾ യൂണിറ്ററി ഓപ്പറേറ്റർ എന്നുള്ളതാണ് അടുത്തത് പറയുന്നത്. സോ എ ലീനിയർ ഓപ്പറേറ്റർ let me represent it as u cap is said to be a unitary operator if u inverse is equal to u dagger. അതായത് ഒരു ലീനിയർ ഓപ്പറേറ്ററിൻ്റെ ഇൻവേഴ്സ് എടുക്കുമ്പോൾ അത് ആ ഓപ്പറേറ്ററിൻ്റെ ഹെർമീഷ്യൻ അഡ്ജോയിൻറ്റിനോട് ഈക്വൽ ആണെങ്കിൽ അത്തരത്തിലുള്ള ഓപ്പറേറ്ററുകളെ നമ്മൾ യൂണിറ്ററി ഓപ്പറേറ്റർ എന്ന് വിളിക്കും. അതായത് നമുക്കറിയാം, നമ്മൾ ഏതൊരു ലീനിയർ ഓപ്പറേറ്റർ എടുത്താലും അതിനെ ആ ഓപ്പറേറ്ററിൻ്റെ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഓർ യു ഇൻവേഴ്സ് ഇൻറ്റു യു എടുത്താൽ നമുക്ക് എപ്പോഴും എന്ത് കിട്ടുമെന്നറിയാം? ഐ ക്യാപ്പ് കിട്ടുമെന്നറിയാം. അതേസമയം ഒരു യൂണിറ്ററി ഓപ്പറേറ്ററിൻ്റെ കേസിൽ യു ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു യു ഡാഗർ ആണ്. അതുകൊണ്ട് തന്നെ യു ഡാഗർ ഇസ് ഈക്വൽ ടു യു ഡാഗർ യു ഇസ് ഈക്വൽ ടു ഐ കിട്ടുമെന്നറിയാം. സോ ഒരു യു എന്ന് പറയുന്ന ഒരു ലീനിയർ ഓപ്പറേറ്റർ ഒരു യൂണിറ്ററി ഓപ്പറേറ്റർ ആവാൻ നമുക്ക് പറയാം, ഒന്നെങ്കിൽ യു ഇൻവേഴ്സ് ഈക്വൽ ടു യു ഡാഗർ ആണെന്ന് പറയാം, അല്ലെങ്കിൽ യു ഡാഗർ ഈക്വൽ ടു യു ഡാഗർ യു ഈക്വൽ ടു ഐ ആയാൽ ആ ഓപ്പറേറ്റർ ഒരു യൂണിറ്ററി ഓപ്പറേറ്റർ ആണെന്ന് പറയാം. അപ്പോൾ നമ്മൾ ഈ യൂണിറ്ററി ഓപ്പറേറ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് പറയുന്നത്. അതായത് ദ പ്രോഡക്റ്റ് ഓഫ് two unitary operator, the product of two
unitary operator. The product of two unitary operator is also unitary. Is also unitary. Okay. നമുക്ക് അതിൻ്റെ പ്രൂഫ് എന്ന് പറയുന്നത്, അതായത് രണ്ട് യൂണിറ്ററി ഓപ്പറേറ്റേഴ്സ് എടുത്തിട്ട് അതിൻ്റെ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എഗെയിൻ ഒരു യൂണിറ്ററി ഓപ്പറേറ്റർ ആണെന്നാണ് നമ്മൾ പറയുന്നത്. സോ നമ്മൾ അതിനായിട്ട് ആദ്യം രണ്ട് യൂണിറ്ററി ഓപ്പറേറ്റർ എടുക്കുന്നു. ദാറ്റ് ഈസ് ലെറ്റ് യു ആൻഡ് വി ബി ടു യൂണിറ്ററി ഓപ്പറേറ്റേഴ്സ്. ബി ടു യൂണിറ്ററി ഓപ്പറേറ്റേഴ്സ്. ലെറ്റ് യു ആൻഡ് വി ബി ടു യൂണിറ്ററി ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ അതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? യു വി ആണ്. അപ്പോൾ ഈ യു വി എന്ന് പറയുന്ന ഇതിൻ്റെ പ്രോഡക്റ്റ് ഒരു യൂണിറ്ററി ഓപ്പറേറ്റർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? യു വി ഇൻറ്റു യു വി ഹോൾ ഡാഗർ ഐ കിട്ടുമെന്ന് നോക്കുക. അപ്പോൾ യു വി ഇൻറ്റു യു വി ഹോൾ ഡാഗർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദിസ് ഇസ് യു വി ഇൻറ്റു യു വി ഹോൾ ഡാഗർ. ഒരു പ്രോഡക്റ്റിൻ്റെ ഹെർമീഷ്യൻ അഡ്ജോയിൻ്റ് എടുക്കുമ്പോൾ നമുക്കറിയാം ഓർഡർ റിവേഴ്സ് ചെയ്യണം, ഓരോ ടേമിനെയും അതിൻ്റെ ഹെർമീഷ്യൻ അഡ്ജോയിൻ്റ് വെച്ച് റീപ്ലേസ് ചെയ്യണം. ദാറ്റ് ഈസ് യു വി ഹോൾ ഡാഗർ എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് വി ഡാഗർ ഇൻറ്റു യു ഡാഗർ ആണ്. Now what is V dagger? V dagger എന്ന് പറയുന്നത്, since V is a unitary operator, V dagger I ആണ്. That is this is U into I into U dagger എന്ന് കിട്ടും. I ഒരു ഓപ്പറേറ്ററിന് I കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് അതേ ഓപ്പറേറ്റർ തന്നെ കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ this is U dagger തന്നെയാണ്. Again U is unitary, so U dagger എന്ന് പറയുന്നത് I ആണ്. അപ്പോൾ യു വി ഇൻറ്റു യു വി ഹോൾ ഡാഗർ ഈക്വൽ ടു ഐ കിട്ടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? യു വി ഹോൾ ഡാഗർ എന്ന് പറയുന്നത് ഈക്വൽ ടു യു വി ഇൻവേഴ്സ് ആണെന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ദിസ് യു വി എന്ന് പറയുന്നത് ഈസ് എ യൂണിറ്ററി ഓപ്പറേറ്റർ ആണ്. അതായത് രണ്ട് യൂണിറ്ററി ഓപ്പറേറ്റേഴ്സിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു യൂണിറ്ററി ഓപ്പറേറ്റർ ആയിരിക്കും എന്നുള്ളതാണ് നമുക്കിപ്പോൾ കിട്ടിയത്. ഇതേപോലെ നമ്മളിപ്പോൾ രണ്ട് യൂണിറ്ററി ഓപ്പറേറ്ററിൻ്റെ പ്രോഡക്റ്റ് എന്നല്ല, രണ്ടിൽ കൂടുതലാണെങ്കിലും എന്താണ് ഇത് കിട്ടുക? പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഒരു യൂണിറ്ററി ഓപ്പറേറ്റർ ആണെന്ന് കിട്ടും. അതായത് ദ പ്രോഡക്റ്റ് ഓഫ് എ നമ്പർ ഓഫ് യൂണിറ്ററി ഓപ്പറേറ്റേഴ്സ്, the product of a number of unitary operators, the product of a number of unitary operators is also unitary. അതായത് നമ്മളിപ്പോൾ സപ്പോസ് എ ഇൻറ്റു ബി ഇൻറ്റു സപ്പോസ് സി ഇൻറ്റു ഡി ഇൻറ്റു എക്സെട്ര കുറേ ടേംസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഇതെന്താണിത്? കുറേ ഓപ്പറേറ്ററുകളുടെ പ്രോഡക്റ്റാണ്. ഇൻറ്റു ഇതിൻ്റെ ഹോൾ ഡാഗർ നമ്മൾ എടുക്കുന്നു. അതായത് എ ബി സി ഡി എക്സെട്ര ഹോൾ ഡാഗർ എടുക്കുന്നു. ഇതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈക്വൽ ടു ഐ എന്നാണ് കിട്ടുന്നതെങ്കിൽ നമുക്കറിയാം എ ഇൻറ്റു ബി ഇൻറ്റു സി ഇൻറ്റു ഡി ഇൻറ്റു എക്സെട്ര ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നൊരു യൂണിറ്ററി ഓപ്പറേറ്റർ ആണെന്ന് കിട്ടും. എന്തായിരിക്കും നമുക്കിത് കിട്ടുക? ദിസ് ഈസ് എ ബി സി ഡി. ഈ ഓപ്പറേറ്ററുകളൊക്കെ എന്താണ്? യൂണിറ്ററി ഓപ്പറേറ്റേഴ്സാണ്. ഓക്കെ, എക്സെട്ര ഇൻറ്റു നമ്മൾ അടുത്ത് ഈ ടേമിൻ്റെ ഹോൾ ഡാഗർ എടുക്കുക. ഹോൾ ഡാഗർ എടുക്കുമ്പോൾ ഈ ടേം എന്ത് ചെയ്തു? റിവേഴ്സ് ചെയ്ത് വരും. അപ്പോൾ ഇവിടെ കുറേ ടേംസ് ഉണ്ട്, അതാണ് ആദ്യം വരിക. ഇൻറ്റു എന്ത് വരും? ഡി ഡാഗർ, സി ഡാഗർ, ബി ഡാഗർ, എ ഡാഗർ എന്ന് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ കിടക്കുന്ന ഈ ലാസ്റ്റ് ടേമും ഇവിടെ കിടക്കുന്ന ഈ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത്, ഇവിടെ കിടക്കുന്ന ഈ ടേം എന്താണോ അതിൻ്റെ ഡാഗർ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഐ എന്ന് കിട്ടും. വീണ്ടും ഇതിൻ്റെ തൊട്ടടുത്ത് ഇപ്പുറത്തെ ടേമും ഇവിടെ കിടക്കുന്ന രണ്ടാമത്തെ ടേമും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വീണ്ടും നമുക്ക് ഐ കിട്ടും. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? ദിസ് ഈസ് എ ബി സി ഡി ഇൻറ്റു ഫൈനലി ഡി ഡാഗർ, സി ഡാഗർ, ബി ഡാഗർ, എ ഡാഗർ എന്ന് കിട്ടും. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു ഡി ഇൻറ്റു ഡി ഡാഗർ അടുത്ത് വന്നു. അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? അത് നമുക്ക് ഐ എന്ന് കിട്ടും. സോ ദിസ് ഈസ് എ ബി സി, പിന്നെ എന്ത് വരും? സി ഡാഗർ, ബി ഡാഗർ, എ ഡാഗർ എന്ന് കിട്ടും. വീണ്ടും സി ഇൻറ്റു സി ഡാഗർ ഐ ആണെന്നറിയാം. സോ ദിസ് ഈസ് എ ബി ഇൻറ്റു ബി ഡാഗർ ഇൻറ്റു എ ഡാഗർ എന്ന് വരും. വീണ്ടും ബി വി ഡാഗർ ഐ ആണ്. ദിസ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു എ ഡാഗർ എന്ന് വരും. ഇത് വീണ്ടും എന്താണ്? ഐ ആണ്. അതിൻ്റെ അർത്ഥം നമുക്ക് ഈ പറഞ്ഞ എ ബി സി ഡി എക്സെട്ര അല്ലേ, ഇതിൻ്റെ ഹോൾ ഡാഗർ എന്ന് പറയുന്നത് ഈക്വൽ ടു എ ബി സി ഡി എക്സെട്ര ഹോൾ ഇൻവേഴ്സ് ആണ്. അതിൻ്റെ അർത്ഥം ഈ പ്രോഡക്റ്റ് ഓഫ് ഓപ്പറേറ്റേഴ്സ്, അതായത് എ ബി സി ഡി ഇങ്ങനെ ഓപ്പറേറ്റർ യൂണിറ്ററി ഓപ്പറേറ്ററുകളുടെ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതെന്തായിരിക്കും? ഈസ് ഓൾസോ എ യൂണിറ്ററി ഓപ്പറേറ്റർ എന്നുള്ളതാണ്. അപ്പോൾ പ്രോഡക്റ്റ് ഓഫ് യൂണിറ്ററി ഓപ്പറേറ്റേഴ്സ് ഈസ് അഗെയിൻ എ യൂണിറ്ററി ഓപ്പറേറ്റർ. പിന്നെ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, അതായത് വാട്ട് കണ്ടീഷൻ must the parameter epsilon and an operator g cap
Okay, satisfy so that u is equal to e raised to some I epsilon g is unitary. Okay, അപ്പോൾ നമുക്കറിയാം ഈ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്, നമുക്കൊരു ഓപ്പറേറ്റർ വന്നിട്ടുണ്ട് യു എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു ഐ എപ്സിലോൺ ജി ആണ്. അപ്പോൾ ഈ ഓപ്പറേറ്റർ യൂണിറ്ററി ഓപ്പറേറ്റർ ആവണമെന്നുണ്ടെങ്കിൽ അതെന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഒരു ഓപ്പറേറ്റർ യൂണിറ്ററി ഓപ്പറേറ്റർ ആവണമെങ്കിൽ എന്ത് സംഭവിക്കണം? യു ഡാഗർ ഈക്വൽ ടു യു ഇൻവേഴ്സ് ആണെങ്കിൽ ആ ഓപ്പറേറ്റർ എന്താവും? യൂണിറ്ററി ഓപ്പറേറ്റർ ആവും. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് യു എന്ന് പറയുന്നത് ഇ റൈസ് ടു ഐ എപ്സിലോൺ ജി എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ യു ഡാഗർ എന്ന് പറയുന്നത്? ഡെഫിനറ്റ്ലി യു ഡാഗർ എന്ന് പറയുന്നത് ഇ റൈസ് ടു മൈനസ് ഐ, എപ്സിലോൺ എന്ന് പറയുന്നത് എപ്സിലോണിൻ്റെ കോൺജുഗേറ്റ് ആവും, ജി എന്ന് പറയുന്നത് ജിയുടെ ഡാഗർ ആവും. ഓക്കെ, നൗ വാട്ട് ഈസ് ദിസ് യു ഇൻവേഴ്സ്? യു ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഇ റൈസ് ടു ഐ എപ്സിലോൺ ജി ഹോൾ റൈസ് ടു -1 ആണ്. ഇതിനെനിക്ക് ഇ റൈസ് ടു മൈനസ് ഐ എപ്സിലോൺ ജി എന്ന് കിട്ടും. അപ്പോൾ യു ഡാഗർ ഈക്വൽ ടു യു ഇൻവേഴ്സ് ആയി കഴിഞ്ഞാൽ ഈ ഓപ്പറേറ്റർ എന്താവും? ഒരു യൂണിറ്ററി ഓപ്പറേറ്റർ ആവും. ദാറ്റ് ഈസ് ഫോർ ദിസ് യു ടു ബി എ യൂണിറ്ററി ഓപ്പറേറ്റർ, എന്ത് സംഭവിക്കണം? ദിസ് ഇ റൈസ് ടു മൈനസ് ഐ എപ്സിലോൺ സ്റ്റാർ ജി ഡാഗർ ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് ഐ എപ്സിലോൺ ജി ആയിരിക്കണം. അപ്പോൾ ഇത് ഈക്വൽ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം, ഒന്ന് എപ്സിലോൺ ഈസ് ഈക്വൽ ടു എപ്സിലോൺ സ്റ്റാർ ആവണം, അതേപോലെ ആൻഡ് ദിസ് ജി ഈസ് ഈക്വൽ ടു ജി ഡാഗർ ആവണം. ഈ രണ്ട് ക്രൈറ്റീരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ജി എന്ന് പറയുന്നത് ഒരു ഹെർമീഷ്യൻ ഓപ്പറേറ്റർ ആയിരിക്കണം, അതേപോലെ എപ്സിലോൺ എന്ന് പറയുന്നത് റിയൽ ആയിരിക്കണം. സോ എന്തൊക്കെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? എപ്സിലോൺ മസ്റ്റ് ബി റിയൽ, എപ്സിലോൺ മസ്റ്റ് ബി റിയൽ ആയിരിക്കണം, അതേപോലെ ജി ഈസ് ഹെർമീഷ്യൻ ആയിരിക്കണം, അപ്പോൾ എപ്സിലോൺ റിയൽ ആണ്, ജി ഹെർമീഷ്യനും ആണെങ്കിൽ യു ഈക്വൽ ടു ഇ റൈസ് ടു ഐ എപ്സിലോൺ ജി എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഒരു യൂണിറ്ററി ഓപ്പറേറ്റർ ആയിരിക്കും എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, നമുക്കിതിൽ പറയാനുള്ളത് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഐഗൺ വാല്യൂസ് ആൻഡ് ഐഗൺ വെക്റ്റേഴ്സ് ഓഫ് ആൻ ഓപ്പറേറ്റർ. ഐഗൺ വാല്യൂസ് ആൻഡ് ഐഗൺ വെക്റ്റേഴ്സ് ഓഫ് ആൻ ഓപ്പറേറ്റർ. Eigenvalues and eigenvectors of an operator. അതായത് സപ്പോസ് എ സ്റ്റേറ്റ് വെക്റ്റർ that is get psi is said to be an eigenvector, that is either a eigenket അല്ലെങ്കിൽ നമ്മളതിനെ ഐഗൺ സ്റ്റേറ്റ് എന്ന് വിളിക്കും. ഒന്നെങ്കിൽ ഐഗൺ വെക്റ്റർ, അല്ലെങ്കിൽ ഐഗൺ കെറ്റ്, അല്ലെങ്കിൽ ഐഗൺ സ്റ്റേറ്റ്. ഓക്കെ, ഓഫ് ആൻ ഓപ്പറേറ്റർ എ. എ എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്ററിൻ്റെ സ്റ്റേറ്റ് വെക്ടറാണ് psi എന്ന് വിചാരിക്കുക. ഇഫ് ദി ആപ്ലിക്കേഷൻ ഓഫ് എ ഓൺ psi gives, അതായത് ഈ എ എന്ന് പറയുന്ന ഓപ്പറേറ്റർ psi എന്ന് പറയുന്ന സ്റ്റേറ്റ് വെക്ടറിൻ്റെ അല്ലെങ്കിൽ psi എന്ന് പറയുന്ന സ്റ്റേറ്റ് വെക്ടർ എ എന്ന് പറയുന്ന ഓപ്പറേറ്ററിൻ്റെ ഒരു ഐഗൺ വെക്ടർ അല്ലെങ്കിൽ ഒരു ഐഗൺ കെറ്റ് ആവണം എന്നുണ്ടെങ്കിൽ അതെന്ത് ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യണം? ദിസ് എ ആക്ടിങ് ഓൺ psi മസ്റ്റ് ഗീവ് സം എ ഇൻറ്റു psi എന്ന് കിട്ടണം. ഈ ഇക്വേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നമ്മുടെ ഐഗൺ വാല്യൂ ഇക്വേഷൻ എന്ന് വിളിക്കും. അതുപോലെ എ എന്ന് പറയുന്നത് ഓപ്പറേറ്റർ, ദിസ് കെറ്റ് psi എന്ന് പറയുന്ന ഐഗൺ വെക്ടർ അല്ലെങ്കിൽ ഐഗൺ സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നു. ഹിയർ നമുക്ക് കിട്ടുന്ന ഈ എ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സം കോംപ്ലക്സ് നമ്പർ called eigenvalue. We call it as eigenvalue of this operator A. A എന്ന് പറയുന്ന ഓപ്പറേറ്ററിൻ്റെ ഐഗൺ വാല്യൂ ആണെന്ന് വിളിക്കും. അപ്പോൾ ഈ ഇക്വേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ദിസ് ഐഗൺ വാല്യൂ ഇക്വേഷൻ. ഓക്കെ, നിങ്ങൾ സാധാരണ നമ്മൾ ഷ്രോഡിഞ്ചർ ഫോർമാലിസത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് സം ഓപ്പറേറ്റർ എ ആക്ടിങ് ഓൺ psi ഇസ് ഈക്വൽ ടു സം എ ഇൻറ്റു psi. ഇതാണ് നമ്മുടെ ഐഗൺ വാല്യൂ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഇതിനെ നമ്മൾ ഡിറാക് ഫോർമാലിസത്തിൽ സൈക്ക് പകരം നമ്മൾ കെറ്റ് വെക്ടർ psi കൊടുത്തിട്ട് ഡിനോട്ട് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നൗ സപ്പോസ് നമ്മൾ പറഞ്ഞു ഒരു ഐ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഓപ്പറേറ്ററാണ് psi എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് വെക്ടറിന് മുകളിൽ ആക്ട് ചെയ്യുന്നതെങ്കിൽ
ഇറ്റ് ഗീവ്സ് സൈ ഇറ്റ് സെൽഫ് എന്ന് നമ്മൾ പറഞ്ഞു. അതായത് ഈ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യലാന്ന് പറഞ്ഞു. എന്താ അതിൻ്റെ മീനിങ്? ഇവിടുത്തെ ഐഗൺ വാല്യൂ എത്രയാണ്? ഐഗൺ വാല്യൂ 1 ആണെന്നുള്ളതാണ് മീനിങ്. അതായത് ദിസ് മീൻസ് ദാറ്റ് all vectors are eigenvectors of I. All vectors are eigenvectors of I with one eigenvalue, with same eigenvalue 1. അതായത് all vectors are eigenvectors of I. അതായത് നമ്മൾ ഏതൊരു സ്റ്റേറ്റ് വെക്ടർ സൈ എടുത്താലും ആ സ്റ്റേറ്റ് വെക്ടർ ഐ എന്ന് പറയുന്ന ഓപ്പറേറ്ററിൻ്റെ ഐഗൺ വെക്ടർ ആയിരിക്കും വിത്ത് സെയിം ഐഗൺ വാല്യൂ ഐ. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ സൈ എന്ന് പറയുന്നൊരു സ്റ്റേറ്റ് വെക്ടർ എടുക്കുന്നു, വേറൊരു സ്റ്റേറ്റ് വെക്ടർ ഫൈ എടുക്കുന്നു, വേറൊരു സ്റ്റേറ്റ് വെക്ടർ കൈ എടുക്കുന്നു. ഇതെല്ലാം എന്താണ്? ഈ ഐ എന്ന് പറയുന്ന ഓപ്പറേറ്ററിൻ്റെ സ്റ്റേറ്റ് വെക്ടേഴ്സ് ആണ്. ഇതൊക്കെ ഐ സൈ, ഐ ഫൈ, ഐ കൈ ഇതൊക്കെ എടുത്താൽ ഐഗൺ വാല്യൂ 1 ആയിരിക്കും. ദിസ് വിൽ ഗിവ് സൈ, ദിസ് വിൽ ഗിവ് ഫൈ ആൻഡ് ദിസ് വിൽ ഗിവ് കൈ. ഇപ്പം ഇതിൻ്റെ ഒക്കെ കേസിൽ ഐഗൺ വാല്യൂ എത്രയാണ് നമുക്ക് കിട്ടുന്നത്? നമുക്ക് കിട്ടുന്ന ഇവിടെ എല്ലാം 1 എന്നുള്ളതാണ് കിട്ടുന്നത്. അപ്പം എല്ലാ വെക്ടറുകളും ഐ എന്ന് പറയുന്ന ഓപ്പറേറ്ററിൻ്റെ സ്റ്റേറ്റ് വെക്ടർ ആയിരിക്കും. നമ്മളിപ്പോൾ സാധാരണ ഒരു ഓപ്പറേറ്റർ എടുത്തു കഴിഞ്ഞാൽ ആ ഓപ്പറേറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഏതൊരു സ്റ്റേറ്റിനെ വേണമെങ്കിലും ആ ഓപ്പറേറ്ററിൻ്റെ സ്റ്റേറ്റ് വെക്ടറായിട്ട് എടുക്കാൻ വേണ്ടി പറ്റത്തില്ല. അതായത് ഒരു ഓപ്പറേറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ട് കുറച്ച് സ്റ്റേറ്റ് വെക്ടേഴ്സ് ഉണ്ടാവും. അതായത് എല്ലാ സ്റ്റേറ്റ് വെക്ടേഴ്സിനും ഒരു ഓപ്പറേറ്ററിൻ്റെ സ്റ്റേറ്റ് വെക്ടർ ആവാൻ വേണ്ടി പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐഗൺ സ്റ്റേറ്റ് സൈ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ സൈ എന്ന് പറയുന്ന സ്റ്റേറ്റ് വെക്ടർ എല്ലാ ഓപ്പറേറ്ററുകളുടെയും സ്റ്റേറ്റ് വെക്ടർ ആവാൻ വേണ്ടി പറ്റില്ല. ചില പർട്ടിക്കുലർ ഓപ്പറേറ്റേഴ്സിൻ്റെ സ്റ്റേറ്റ് വെക്ടേഴ്സ് മാത്രമേ ആവാൻ വേണ്ടി പറ്റൂ. പക്ഷേ ഐ എന്ന് പറയുന്ന ഓപ്പറേറ്ററിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഏത് സ്റ്റേറ്റ് വെക്ടർ എടുത്താലും അത് ഐ എന്ന് പറയുന്ന ഓപ്പറേറ്ററിൻ്റെ ഐഗൺ സ്റ്റേറ്റ് ആയിരിക്കും വിത്ത് സെയിം ഐഗൺ വാല്യൂ 1. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. നൗ നമ്മൾ ഇന്നലെ ഫങ്ഷൻസ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ ഇഫ് ദിസ് എ ആക്ടിങ് ഓൺ സൈ ഇസ് ഈക്വൽ ടു എ സൈ ആണെങ്കിൽ then this implies if some a raised to n is acting on psi then we will get small a raised to n psi എന്ന് കിട്ടും. അതേപോലെ some function of an operator f of a acting on psi ആണെങ്കിൽ this will gives f of a into psi എന്ന് നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം എ എന്ന് പറയുന്ന ഓപ്പറേറ്റർ സൈ എന്ന് പറയുന്ന സ്റ്റേറ്റ് വെക്ടറിന് മുകളിൽ ആക്ട് ചെയ്യുമ്പോൾ എ സൈ ആണ് കിട്ടുന്നത് എങ്കിൽ if this e raised to i a cap ഒരു ഫംഗ്ഷൻ ഓഫ് ആൻ എ എന്ന് പറയുന്ന ഓപ്പറേറ്റർ, എ എന്ന് പറയുന്ന ഓപ്പറേറ്ററിൻ്റെ ഫംഗ്ഷനാണ് e raised to i a ആക്ടിങ് ഓൺ സൈ ആണെങ്കിൽ ദിസ് വിൽ ഗീവ് ആസ് e raised to i small a psi എന്ന് കിട്ടും. ഓക്കെ, നൗ ഒരു ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് if a inverse exists, comma the eigenvalue of A inverse are just the inverse of those of A. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഇപ്പോൾ എ സൈ എന്ന് പറയുന്നത് ഈക്വൽ ടു എ സൈ ആണ് എങ്കിൽ ഈ എ എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഒരു ഇൻവേഴ്സ് ഓപ്പറേറ്റർ എക്സിസ്റ്റ് ചെയ്യുമെങ്കിൽ എ ഇൻവേഴ്സ് സൈ എന്ന് പറയുന്നത് 1/a ഇൻറ്റു സൈ കിട്ടും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതാണ് ഇവിടെ ക്വസ്റ്റ്യൻ. അതായത് ദ ഐഗൺ വാല്യൂ ഓഫ് എ ഇൻവേഴ്സ് ആർ ജസ്റ്റ് ദ ഇൻവേഴ്സ് ഓഫ് ദോസ് ഓഫ് എ. എ എന്ന് പറയുന്ന ഓപ്പറേറ്ററിൻ്റെ ഐഗൺ വാല്യൂവിൻ്റെ ഇൻവേഴ്സ് ആയിരിക്കും എ ഇൻവേഴ്സ് എന്ന് പറയുന്ന ഓപ്പറേറ്ററിൻ്റെ ഐഗൺ വാല്യൂ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് എയുടെ ഐഗൺ വാല്യൂ സ്മോൾ എ ആണെങ്കിൽ എ ഇൻവേഴ്സിൻ്റെ ഐഗൺ വാല്യൂ അതിൻ്റെ ഇൻവേഴ്സ് ആയിട്ടുള്ള 1/a ആയിരിക്കുമെന്ന് ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിനായിട്ട് നമ്മളിങ്ങനെയാണ് എടുക്കുന്നത്. സപ്പോസ് നമുക്ക് ഐ ആക്ടിങ് ഓൺ സൈ എന്ന് പറയുന്നത് ഈക്വൽ ടു സൈ ആണെന്ന് നമുക്കറിയാം. യൂണിറ്റ് ഓപ്പറേറ്റർ സൈയിൽ ആക്ട് ചെയ്താൽ സൈ തന്നെ കിട്ടും. ഈ ഐ എന്ന് പറയുന്നത് നമുക്കറിയാം, ഐയെ നമുക്ക് എ ഇൻവേഴ്സ് ഇൻറ്റു എ എന്ന് എഴുതാമല്ലോ. കാരണം എ ഇൻവേഴ്സ് ഇൻറ്റു എ എന്ന് പറയുന്നത് ഐ ആയിരിക്കും. സോ എ ഇൻവേഴ്സ് എ ആക്ടിങ് ഓൺ സൈ ഇസ് ഈക്വൽ ടു സൈ ആണെന്ന് പറയാം. ഇതിനെനിക്ക് എ ഇൻവേഴ്സ് ഇൻറ്റു ഫസ്റ്റ് എന്ത് ചെയ്യും, എ ആക്ടിങ് ഓൺ സൈ ഇങ്ങനെ എടുക്കാം. ആദ്യം എ സൈയിൽ ആക്ട് ചെയ്യും, കിട്ടുന്നതിന് എ ഇൻവേഴ്സ് കൊണ്ട് ആക്ട് ചെയ്യും. ദിസ് ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് ദിസ് എ ആക്ടിങ് ഓൺ സൈ. എ ആക്ടിങ് ഓൺ സൈ എന്ന് പറയുന്നത് ലെറ്റ് മീ ടേക്ക് ദിസ് എ ആക്ടിങ് ഓൺ സൈ എന്ന് പറയുന്നത് സപ്പോസ് എ സൈ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ എന്ത് പറയാം, ഇതിനെ എനിക്ക് എ ഇൻവേഴ്സ് ഇൻറ്റു എ
സൈ ആണെന്ന് പറയാം. ഓർ ദിസ് ഇസ് ഈക്വൽ ടു എ എന്ന് പറയുന്നൊരു സ്കെയിലാറാണ്, ഞാൻ അതിനെ പുറത്തേക്ക് എടുക്കുന്നു. എ ഇൻറ്റു എ ഇൻവേഴ്സ് ആക്ടിങ് ഓൺ സൈ ആണെന്ന് പറയാം. ഓക്കെ, ദാറ്റ് ഈസ് ദിസ് എ ഇൻറ്റു എ ഇൻവേഴ്സ് ആക്ടിങ് ഓൺ സൈ എന്ന് പറയുന്നത് ഈക്വൽ ടു ഓക്കെ എന്ത് തന്നെയാണിത്? സൈ തന്നെയാണ്. കാരണം നമ്മൾ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് സൈ ആണ്. ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ വരെ എത്തിയത്. സോ ഇതിന് ഈ ഇക്വേഷൻ ഇതിന് പകരം നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് നമ്മൾ ഇത് എഴുതുന്നു. ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്ത് തന്നെയുണ്ട്? സൈ തന്നെയുണ്ട്. ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് എന്ത് പറയാം? എ ഇൻവേഴ്സ് ആക്ടിങ് ഓൺ സൈ എന്ന് പറയുന്നത് ഈ എയെ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ വി ക്യാൻ റെപ്രസെൻറ്റ് ഇറ്റ് ആസ് 1/a ഇൻറ്റു സൈ എന്ന് എഴുതാം. അതായത് നമുക്കിവിടെ കിട്ടിയത് എ സൈ ഈസ് ഈക്വൽ ടു എ സൈ ആണ് എങ്കിൽ ഇവിടെ എ ഇൻവേഴ്സ് ഇൻറ്റു സൈ ഈസ് ഈക്വൽ ടു 1/a ഇൻറ്റു സൈ എന്നാണ് നമുക്ക് കിട്ടിയത്. അതായത് ദ ഐഗൺ വാല്യൂസ് ഓഫ് എ ഇൻവേഴ്സ് ഈസ് ദ ഇൻവേഴ്സ് ഓഫ് ദോസ് ഓഫ് എ എന്നുള്ളതാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, സോ നമുക്കിവിടെ ഈ പറഞ്ഞ ഇൻവേഴ്സ് ഓപ്പറേറ്റർ അതുപോലെ തന്നെ യൂണിറ്ററി ഓപ്പറേറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് പോകേണ്ട ടോപ്പിക്ക് യൂണിറ്ററി ട്രാൻസ്ഫർമേഷനാണ്. അപ്പോൾ നമ്മൾ എന്താണ് ഒരു ഓപ്പറേറ്ററിൻ്റെ ഇൻവേഴ്സ് അതുപോലെ തന്നെ എന്താണ് ഒരു ഓപ്പറേറ്ററിൻ്റെ യൂണിറ്ററി ഓപ്പറേറ്റർ എന്ന് മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് അടുത്ത യൂണിറ്ററി ട്രാൻസ്ഫർമേഷനിലേക്ക് പോകാൻ വേണ്ടി പറ്റുക. സോ നമുക്ക് എന്താണ് ഇൻവേഴ്സ് ഓപ്പറേറ്റർ അതുപോലെ തന്നെ എന്താണ് യൂണിറ്ററി ഓപ്പറേറ്റേഴ്സ് അതിൻ്റെ പ്രോപ്പർട്ടീസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. ബാക്കി നമുക്ക് അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.